ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോന്റെ കണ്ടന്റ് ഒന്നും എനിക്കറിയില്ല, കാരണം ഞാനിപ്പോൾ ട്യൂഷനിൽ നിന്ന് വന്നതേ ഉള്ളൂ. അമ്മ എന്നെ ട്യൂഷനിൽ നിന്ന് വീട്ടിലോട്ട് നമ്മൾ പോവുകയാണ്. സോ എന്തുവാണ് അമ്മ ഇന്നത്തെ കണ്ടന്റ്? ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി, അറിഞ്ഞില്ലല്ലോ. രണ്ടു ദിവസമായി ഗൈസ്, ഞാൻ ഇതൊരു സാധനം, ഒരു കാര്യം, ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ ടീച്ചർ ആണോ? ശരി. അപ്പോ നമ്മള് ഒരു ജേർണിയുടെ വീഡിയോ ചെയ്യുന്ന അമ്മിച്ചു. അമ്മി വാക്കിംഗ് ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പം എക്സസൈസ് ചെയ്യുന്നുണ്ട്, സ്ക്രീൻ ടൈം കുറച്ചു, റീഡിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മളൊരു ജേർണി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ ഉള്ളൊരു വീഡിയോ ഡോക്യുമെന്റേഷൻ, അങ്ങനെ ഒരു ചാനലാണ്. അപ്പൊ അതിനകത്ത് ഇന്ന് ഞാൻ ഉദ്ദേശിച്ചിപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഉള്ളൊരു വീഡിയോ ചെയ്യാന്ന്. കാരണം ഇതും അതിന്റെ ഒരു പാർട്ടാണല്ലോ, നമ്മുടെ ഫാമിലി ടൈം, നമ്മുടെ കുട്ടികളായിട്ടുള്ള ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുള്ളത്. ആമിച്ചുവിനെയും കൂടെ ഞാൻ എന്റെ മാത്രമല്ല ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ആമിച്ചുവിനെയും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആമിച്ചുവിനെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ജേർണലിംഗ് ചെയ്യാൻ ശീലിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ ആമിച്ചു ജേർണലിംഗ് ചെയ്യും. ആമിച്ചു ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആമിച്ചുവിന് എന്തൊക്കെയാ തോന്നുന്നത്, എന്തൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തു. ഗായ്സ്, ഞാൻ ഡയറി എഴുതാനാണ് തുടങ്ങിയിട്ടുള്ളത്. അമ്മ പറയുന്നത് ജേർണലിംഗ് എന്ന് പറയുന്നു. കാരണം ഞാൻ ഡയറി എഴുതിയതിന്റെ അടിയിൽ അതിനെ കുറിച്ച് ഒരു പടം, ബാക്കി സ്പേസിൽ ഞാൻ പടം വരച്ചു വെക്കുന്നുണ്ട്. അതിനാണ്, ഈ പടം കണ്ടുകൊണ്ടാണ് അമ്മ ഈ ജേർണലിംഗ് ഞാൻ പറയട്ടെ ജേർണലിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഒരു ഗ്ലിറ്റർ പെൻ എടുത്തിട്ട് എനിക്ക് ആ ദിവസത്തിനെ കുറിച്ച് ഡയറി എഴുതുന്നു. ടുഡേ ഇറ്റ് വാസ് ഗുഡ്, അങ്ങനെയൊക്കെ എഴുതുന്നു. ഹിന്ദി പീരീഡ് വാസ് ഗുഡ്, ഹിന്ദി പീരീഡ് നോട്ട് വാസ് ഗുഡ്, അങ്ങനെയൊക്കെ എന്തോന്നൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് അമ്മ ഈ ജേർണലിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഗ്ലിറ്റർ പെന്നെടുത്ത് ഇങ്ങനെ എഴുതും. ഈ അമിച്ചുവിന് ജേർണലിംഗും ഡയറിയായിട്ട് രണ്ടെന്നാണ് അമിച്ചു വിചാരിക്കുന്നത്. അതൊക്കെ കൊച്ചു കുട്ടിയല്ലേ, അപ്പൊ അതിന്റെ ഒരു ഇതാണ് ജേർണലിംഗ് എന്ന് വെച്ചാൽ. അത് തന്നെ അമിച്ചു നമ്മുടെ മനസ്സിലുള്ളതൊക്കെ എഴുതി വെക്കുന്നതിനാണ് നമ്മൾ ജേർണലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് അതിന് ഡയറി എഴുതാന്ന് പറയും. ഇപ്പൊ കുറച്ചുകൂടെ ആൾക്കാർ ജേർണലിംഗ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ ജേർണലിംഗിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള എല്ലാം എഴുതാം. നമുക്ക് ഇഷ്ടമുള്ള എഴുതാൻ പറ്റില്ലെങ്കിൽ അത് പടമായിട്ട് വരയ്ക്കാം. നമ്മൾ നല്ലൊരു ന്യൂസ് പേപ്പർ കട്ടിങ് കണ്ടു, അതിനെ ഒട്ടിച്ചു വെക്കാം. അതെല്ലാം ജേർണലിംഗിൽ പെടും. ഗായ്സ്, എനിക്ക് ആർട്ട് കണ്ണെടുത്താൽ കണ്ടുകൂടാ. എനിക്ക് പടം വരയ്ക്കാൻ അറിഞ്ഞൂടാ. ഒരു ഹാർട്ട് എനിക്ക് നേരെ വരയ്ക്കാൻ അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെയാണ് ഞാൻ എന്ത് വരയ്ക്കുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. പക്ഷെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് പടം കാണിച്ചു തരാം. നമ്മളിപ്പോ വീടെത്തി. സോ ഞാൻ പടം കാണിച്ചു തരാം. എന്റെ ഡയറിയും ഞാൻ എഴുതുന്ന റൂമും ഞാൻ കാണിച്ചു തരാം. ആ റൂം ഇപ്പൊ ക്ലീൻ ആക്കിയതാണ്, ഇച്ചിരി മെസ്സി ആയിട്ട് കിടക്കുവായിരുന്നു. അത് നമ്മളുടെ ഈ ജേർണിയുടെ ഒരു ഭാഗമായിട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാം ഒരു അടുക്കും ചിട്ടയൊക്കെ ലൈഫിന് സ്റ്റാർട്ട് ചെയ്തു. മറ്റേത് ക്ലട്ടേഴ്സ് ആയിരുന്നു, വീട് ഫുള്ള് ക്ലട്ടേഴ്സ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ അതെല്ലാം അടുക്കി വെക്കാൻ തുടങ്ങി. അതിൽ ഫസ്റ്റ് ഒരു ടിപ്പ് പറയാനുള്ളത്, ഞാൻ പണ്ട് ക്ലട്ടേഴ്സ് കാണുമ്പോൾ അത് റിമൂവ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ അതുപോലെ തന്നെ പൈലപ്പാവും. ഒരു ദിവസം എടുത്ത് വൃത്തിയാക്കുന്നതല്ല, 2 ദിവസത്തിനുള്ളിൽ വീണ്ടും പൈലപ്പാവും. അപ്പം അതിന്റെ ഒരു ഇത് എനിക്ക് മനസ്സിലായത്, നമ്മൾ ആ സിസ്റ്റം ഇന്നലെ പറഞ്ഞ തന്നെ സിസ്റ്റം ശരിയാക്കാന്നുള്ളതാണ്. അതായത് ആ ഒരു ചെറിയ ചേഞ്ച് ഞാൻ വരുത്തി. അതായത് ഇന്ന് ഞാൻ വന്നു, എല്ലാം വൃത്തിയാക്കി അടുക്കി വെച്ചു. അതിൽ ഞാനിപ്പം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ചെറിയൊരു മാറ്റമാണ് വരുത്തിയത്. ഞാനിപ്പോ ഒരു പെന്നെല്ലാം കൂടി ഇടുന്ന ഒരു നമ്മുടെ പെൻ സ്റ്റാൻഡ്, അതിനുള്ളിൽ പെന്നെല്ലാം അടുക്കി വെച്ചു എന്നിരിക്കട്ടെ. ഇപ്പൊ ഞാൻ ചെയ്യും, ഒരു പെന്നെടുത്തു, ആ പെന്ന് തിരിച്ച് അതേ പെൻ സ്റ്റാൻഡിൽ ഇടാൻ ശ്രമിച്ചു. അതുപോലെ ഒരു ഡ്രസ്സ് എടുത്തിട്ട് തിരിച്ച് കഴുകി മടക്കി അതേ സ്ഥലത്ത് തന്നെ ഡ്രസ്സ്. അപ്പൊ വീട്ടിലുള്ള എല്ലാ സാധനങ്ങൾക്കും ഒരു പ്ലേസ് കൊടുത്തു. എല്ലാ സാധനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള സ്പേസ് കൊടുത്തു. ആ സ്പേസ് കൊടുത്തു കഴിഞ്ഞ് അതേ സ്പേസിലേക്ക് അതിനെ തിരിച്ചു വെക്കാൻ ശ്രമിച്ചപ്പോൾ വീട് മൊത്തത്തിൽ ഒന്ന് ഡിസിപ്ലിൻ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും വർഷങ്ങൾ നീണ്ടു നിന്ന ക്ലട്ടേഴ്സ് ആയതുകൊണ്ട് നമുക്ക് വീണ്ടും ശരിയാക്കാനുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് എന്താ പറയാ, ഒരു
വൃത്തിയായി വരുന്നുണ്ട്. ഞങ്ങളുടെ റൂം ഇപ്പൊ ആമിച്ചു പറഞ്ഞ നമ്മൾ ജേർണലിംഗ് ചെയ്യുന്ന റൂം ഒക്കെ വൃത്തിയായി വരുന്നുണ്ട്. ആമിച്ചുവിന്റെ സ്റ്റഡി ടേബിൾ മാത്രമേ ഉള്ളൂ ഇനി വൃത്തിയാവാനുള്ളത്. അത് ഞാൻ ഇവളെയും കൂടെ ഡിസിപ്ലിൻ ആക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ അവളെ കൊണ്ട് തന്നെ കുറച്ച് എല്ലാ ദിവസവും വൃത്തിയാക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ടൈനി ഹാബിറ്റ്സ്. അതുപോലെ എന്ന് വൃത്തിയാക്കി അതൊരു ഹാബിറ്റ് ആകുമ്പോൾ അവൾ തനിയത് എന്താ ക്ലട്ടർ കാണുമ്പോൾ ആ ഒരു വൃത്തിയായിട്ട് കിടക്കുന്ന കാണുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നിയിട്ട് പിന്നെ അവൾ തനിയെ അത് വൃത്തിയാക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ആ സിസ്റ്റം ഞാൻ അവളെ പഠിപ്പിച്ചു കൊടുത്തു. എടുക്കുന്ന ഒരു സാധനം അതേ സ്ഥലത്ത് തന്നെ തിരിച്ചു വെച്ചാൽ നമുക്ക് ഈ തലവേദന വരില്ല. പിന്നീട് ആ സാധനം അതേപോലെ തന്നെ വൃത്തിയായിട്ട് ഇരിക്കുമെന്നുള്ള കാര്യം ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ചെയ്തിട്ട് തുടങ്ങും. ഞാനിപ്പോൾ ഒരു 35 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത്. ഇവളിപ്പോഴേ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവളെയും കൂടെ കൂട്ടിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈഫ് ഡിസിപ്ലിൻഡ് ആക്കി കൊണ്ടുവരണമെങ്കിൽ നമുക്കൊരു എന്താ പറയുക, നമ്മളുടെ വീട്ടിലൊരു കൊച്ചു കുട്ടി ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഒരു ഇൻസ്പിറേഷൻ ആകുന്ന രീതിയിൽ അവർക്കൂടെ എന്തെങ്കിലും ഒന്ന് മാറ്റങ്ങൾ, ആ ചേഞ്ചസ് അവരിലേക്കും കൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലൊരു ഡിസിപ്ലിൻ നമ്മൾ കൊണ്ടുവരുന്നത് നല്ലതാണ്. അപ്പോൾ ആമിഷുവിലേക്ക് ഞാൻ കുറച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവളിലേക്കും കൂടെ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്തു, അവളിലേക്കും സ്റ്റാർട്ട് ചെയ്യിച്ചു. കൊച്ചുകുട്ടിയായിട്ട് ആദ്യം കുറച്ച് മടിയുണ്ടായിരുന്നു, പക്ഷെ അവൾ നല്ല ജേർണലിംഗാണ്, നല്ലതായിട്ടാണ് എഴുതി വെക്കുന്നത്. അപ്പം ആ ഒരു മാറ്റമൊക്കെ 2-3 ദിവസമായിട്ടുണ്ട്. I appreciate that. Okay. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നന്നാവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ നന്നാൻ തുടങ്ങും. വീട്ടിലുള്ളവർ നന്നാവുമ്പോൾ അയലത്തുകാർ നന്നാവും. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ സൊസൈറ്റി മൊത്തം നന്നാവും. അപ്പൊ ഗായ്സ്, ഇനി ഞാൻ എന്റെ ഡയറിയും ഞാൻ അതിൽ വരച്ചു വെച്ചിരിക്കുന്ന പടവും ഞാൻ കാണിച്ചു തരാം. അത് പോസ് ചെയ്തല്ലേ, സ്പേസ് ഇല്ല. അങ്ങനെ ഞങ്ങള് പോയിട്ട് വന്നോണ്ടിരിക്കുകയാണ് ഗൈസ്. ട്യൂഷൻ എന്ന് പറയുമ്പോൾ വലിയ ട്യൂഷനൊന്നും ഇല്ല കേട്ടോ. അവളുടെ ഹോംവർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 1 hour കൊണ്ടിരുത്തും. പിന്നെ ഹോംവർക്ക് ചെയ്തിട്ട് തിരിച്ചു വരും. വലിയൊരു ട്യൂഷൻ്റെ ഒന്നും പ്രായം ആയില്ലെന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് വീട്ടിലിരുത്തി പഠിപ്പിക്കാം, എന്തിനാ കൊച്ചു കുട്ടികളെ ട്യൂഷൻ വിടുന്നതാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, വീട്ടിലിരുന്ന് പഠിപ്പിക്കുമ്പം അത് വയലൻസിലേക്ക് മാറും. അപ്പോൾ നമുക്കതിനുള്ള ക്ഷമയില്ല. അപ്പോൾ നമ്മൾ വെറുതെ കുട്ടികൾക്കൊരു ട്രോമ ഉണ്ടാക്കണ്ടല്ലോ നമ്മൾ പഠിപ്പിച്ചിട്ട്. അപ്പോൾ എനിക്കതിന് പറ്റുന്നില്ല. കാരണം ഒരു 6 മണിക്ക് വിളിക്കാൻ തുടങ്ങിയാൽ ഒരു 10 മണി വരെ ആയാലും ഹോംവർക്ക് തീരില്ല. ആകെ 2 ലൈനായിരിക്കും എഴുതാനുള്ളത്. അതൊരു 3 മണിക്കൂർ എടുത്ത് എഴുതും. അപ്പോൾ എനിക്ക് തോന്നി നമ്മളുടെ സമയം പോകുന്നു, അവളുടെ സമയം പോകുന്നു, എന്നാൽ പഠിക്കാൻ പറ്റുന്നുണ്ടോ അതും ഇല്ല. അപ്പം കുറേ കുട്ടികളുടെ കൂടെ ചേർന്നാകുമ്പോൾ ഈ ട്യൂഷൻ വീട് സമ്പ്രദായം നല്ല രസമാണ്. അവിടെ ആകുമ്പോൾ കുറേ കുട്ടികൾ കാണും, പല ക്ലാസ്സിലുള്ള കുട്ടികൾ കാണും, പല ഏജ് ഗ്രൂപ്പ് കാണും. അപ്പം കുറച്ചുകൂടെ ഒരു എക്സ്പീരിയൻസ് ആണത്. അപ്പം എനിക്ക് ഇത് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി. കാരണം 1 മണിക്കൂർ കൊണ്ടുവിടുക, ഹോംവർക്കുകൾ മാത്രം ചെയ്യിക്കുക, തിരിച്ചു വരിക. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇവിടെ ഞാൻ എടുത്ത് പഠിപ്പിക്കുന്നതിനെക്കാട്ടി നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, ആമിച്ചിന് ജേർണൽ കാണിക്കണം എന്നുള്ള ആഗ്രഹം. ഞാൻ ജേർണലിങ് കാണിക്കാം. നന്നായിട്ടാണ് ജേർണലിങ് ചെയ്യുന്നത്. ഗൈസ്, ഇതാണ് എൻ്റെ ജേർണലിങ് ചെയ്തത്. ഇനി വേറെയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതും ഇതിനകത്ത് എഴുതിയേക്കുന്നതൊക്കെ കണ്ടു. ഇതവളുടെ സ്കൂളൊക്കെ വരച്ചു വെച്ചേക്കുന്നത്, ക്ലാസ് റൂം. ഇതവളുടെ സ്കൂളിലെ സ്റ്റെപ്പ്, ഗ്രൗണ്ട്. ഇതിനകത്ത് എഴുതിയേക്കുന്നത് ഞാൻ വായിക്കാം. I was happy when Hindi period started. I thought it will be a bad period, but Hindi was not a bad period at all. I love Maths period and my Maths mom. My Maths teacher's name is Jessie. After school, I am. എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. I will go to tuition. പിന്നെ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നതാണ് അവളുടെ കലാപരിപാടിയാണ്. ഇത് ഉണ്ട്, അവളുടെ സ്കൂളൊക്കെ അവൾ കാരിക്കേച്ചർ വരച്ചേക്കും. അവള് പറയുന്ന അവൾക്ക് വരയ്ക്കാൻ അറിയത്തില്ലെന്ന്, പക്ഷെ അവൾ നന്നായിട്ട് വരയ്ക്കും. ഇനി ഇവളുടെ ഈ ആത്മവിശ്വാസക്കുറവ് നമുക്ക് മാറ്റിയെടുക്കണ്ടേ. എനിക്ക് ഇതുപോലെ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. എനിക്ക് അത് പറ്റില്ല, ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു 10 പേരെ കണ്ടാൽ ഞാൻ ബോധം കെട്ടി വീഴുന്ന ടൈപ്പായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഒരു പബ്ലിക് സ്പീക്കറാട്ടോ. ഞാനിപ്പോൾ ഒരുപാട് കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ഇങ്ങനെ കുട്ടികൾക്ക് അഡോളസെന്റ് ഹെൽത്തിനെ പറ്റിയിട്ട് ക്ലാസ് എടുക്കാൻ പോകും. അപ്പോൾ പിന്നെ പ്രസൻറ്റേഷൻസ് ഒക്കെ നടത്താറുണ്ട്. അങ്ങനെ ഒരുപാട് പബ്ലിക്കിനെ ഫേസ് ചെയ്ത് ഒരുപാട് ഇപ്പം സംസാരിക്കുന്നുണ്ട്. പബ്ലിക് സ്പീക്കർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഇപ്പം എൻ്റെ ലൈഫ്. അപ്പം ഇവളെയും എനിക്കത് മാറ്റിയെടുക്കണം. ഇവർക്ക് കുറേ ഇങ്ങനത്തെ കാര്യങ്ങൾ
കാര്യങ്ങളുണ്ട്, എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് ഇൻസെക്യൂരിറ്റീസ് ആണ്. അതെങ്ങനെ വന്നതെന്നറിയില്ല. പണ്ട് ഭയങ്കര എന്താ പറയുക, നല്ല എല്ലാം ചെയ്യുന്നൊരു കുട്ടിയായിരുന്നു, എല്ലാത്തിലും ഒരു കോൺഫിഡൻസ്, എല്ലാം ചെയ്തിട്ട് ഹാപ്പി ആയിട്ടിരുന്ന കുട്ടിയാണ്. പക്ഷെ സ്കൂളിൽ പോയപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് അവിടുത്തെ ഒരു എൻവയോൺമെൻറ്റിലാണ് ഈ ഒരു ചേഞ്ച് വന്നത്. എന്താണെന്ന് എനിക്കറിയില്ല, അതിന് മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ അവർക്ക് നന്നായിട്ട് വരയ്ക്കുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു കമ്പാരിസൺ കുട്ടികളുടെ മനസ്സിലും കുട്ടികളുടെ ഇടയിലും വന്നെന്ന് തോന്നുന്നു. ഇനി അതൊന്ന് മാറ്റിയെടുക്കണം.